അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷങ്ങളും വിലയേറിയതാക്കി മാറ്റുന്ന കർത്താവിന് മഹത്വം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെ നേരിടുവാൻ ശക്തിയുള്ളവരായി നിങ്ങൾ തീരണമെന്ന് പ്രാരംഭമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തെ നേരിട്ടേ മതിയാവും, എന്തിനെ അതിജീവിച്ചേ മതിയാവും. കർത്താവ് അതിനുവേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ദൈവം തരുന്ന പണത്തെക്കുറിച്ച് പോലും നാം വളരെ സൂക്ഷ്മതയുള്ളവരാകണം. എല്ലാം ദൈവം തന്നു എന്ന് പറഞ്ഞ് ധാരാളിത്തത്തിൽ ചെലവഴിക്കാനുള്ളതല്ല പണം. ദൈവം തന്ന പണത്തെക്കുറിച്ച് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്: മണി സ്പീക്സ് ഓൺലി വൺ ലാംഗ്വേജ്. ഇഫ് യു സേവ് മീ ടുഡേ ഐ വിൽ സേവ് യു ടുമാറോ. പണത്തിന് ഒരു ഭാഷയാണ് നമ്മളോട് പറയാനുള്ളത്: ഇന്ന് നീ എന്നെ സൂക്ഷിച്ചാൽ നാളെ ഞാൻ നിന്നെ സൂക്ഷിക്കും. അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ ചെലവഴിച്ച് കളയരുത്. ഇസ്രായേലിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുപ്രായത്തിലെ പണം കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് വളരുമ്പോൾ തന്നെ അവനെ വീട്ടിൽ ഓരോ ജോലി ഏൽപ്പിക്കും. ആ ജോലി ചെയ്താൽ അവനെ ശമ്പളം കൊടുക്കും. അവനെ ഒരു സന്ദേശം പഠിപ്പിക്കുകയാണ്: അധ്വാനിച്ച് സമ്പാദിക്കണമെന്ന്. ആ ശമ്പളം, അവന് കൊടുക്കുന്ന പൈസ അവര് 3 അല്ലെങ്കിൽ 4 തിരിക്കും. 1, ദൈവത്തിന് കൊടുക്കുക; 2, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക; 3, സമ്പാദിക്കുക; 4, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. അങ്ങനെ ഒരു 4 കവറ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വയ്ക്കും. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് അതവരെ കുഞ്ഞുനാളിലെ പഠിപ്പിക്കും. കൊടുപ്പിൻ എന്നാൽ കിട്ടും. ദൈവത്തിന് കൊടുക്കുമ്പോൾ അവർ വർദ്ധിക്കും. അതവരെ പഠിപ്പിക്കും. ജപ്പാനിലുള്ളവരൊക്കെ 3 കവറേ വെക്കുള്ളൂ. കാരണം ദൈവത്തിന് കൊടുക്കണ്ടല്ലോ. അവരങ്ങനെ ദൈവിക ബന്ധത്തിലുള്ളവരല്ല. എന്നാൽ ഇസ്രായേലിൽ അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ കൊച്ചുനാളിലെ അവരെ സമ്പാദിക്കാൻ പഠിപ്പിക്കും. ദൈവത്തിന് കൊടുക്കുക, അതുകൂടാതെ സമ്പാദിക്കുക. ഈ 2 കാര്യം. അതുകൂടാതെ ഉള്ളത് സ്വന്തം ആവശ്യത്തിനോട് ഉപയോഗിക്കുന്ന ഒരു കവറ്, അതിനൊക്കെ ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സേവ് ചെയ്യാനുള്ളത്, സമ്പാദ്യം. ഈ സമ്പാദ്യത്തിലോട്ട് മാതാപിതാക്കൾ കുറച്ച് പൈസ എക്സ്ട്രയും കൂടി ഇടും, അവരറിയാതെ. പിന്നത്തേതിൽ അവരുടെ സമ്പാദ്യം നോക്കുമ്പോൾ അവർ തന്നെ അതിശയിച്ചു പോകും. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതിലും അതുപോലെ അവർ ചെയ്യും. അപ്പം ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലും സേവിങ്സിൻ്റെ കാര്യത്തിലും നമ്മൾ വളരെയധികം ഏകാഗ്രതയുള്ളവരാകണം. അനാവശ്യമായ ചെലവഴിക്കലുകൾ നമ്മളെ വിട്ട് മാറട്ടെ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു അക്കൗണ്ട് തുടങ്ങിയാൽ പോലും അത് ആ കുഞ്ഞിൻ്റെ 18 വയസ്സ് 20 വയസ്സൊക്കെ എത്തുമ്പോൾ അത് കോടികളാകും. ചെറിയൊരു തുകയാണ്, എന്നാൽ സ്ഥിരമായി ഇടുന്നത് കൊണ്ട് അത് ആ കുഞ്ഞിൻ്റെ ഒരു പ്രായത്തിലെത്തുമ്പോൾ വലിയ തുകയാണ്. വലിയ തുകയിടുന്നതിനേക്കാൾ ചെറിയ തുക നീണ്ട വർഷങ്ങൾക്കിടുക എന്നുള്ളതാണ് അതിൻ്റെ സംവിധാനം. നിങ്ങൾക്ക് ഈ ജ്ഞാനം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പാദിക്കുക, പണം സൂക്ഷിക്കുക എന്നുള്ളത് ജീസസ് എവരിഡേയിലൂടെ എല്ലാ ദിവസവും ഇതുപോലെയുള്ള നല്ല ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയായി കണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇന്നു മുതൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ദുർവ്യയം ചെയ്യരുതെന്നാണ്. അനാവശ്യമായ ചെലവഴിക്കൽ, മറ്റുള്ളവരെ കാണിക്കാനുള്ള ആർഭാടങ്ങൾ എല്ലാം ഒഴിവാക്കുക. ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങുക എന്ന മൈൻഡ് സെറ്റ് അതെല്ലാം കളയുക. ജ്ഞാനം ഉപയോഗിക്കുക. ദൈവം തരുന്നത് സ്വീകരിക്കുക. ബ്രാൻഡൊക്കെ തരുന്ന അതൊക്കെ വെറുതെ കിട്ടുന്ന സമയം വരുമ്പോൾ സ്വോത്രം പറഞ്ഞ് വാങ്ങുക. അതൊക്കെ തരും, എന്നാൽ നമ്മുടെ ഇല്ലായ്മയിൽ അത് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ നടക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതൊരു ദൂതായി ഞാൻ പലരോടും പറയുന്നു. കർത്താവ് നിങ്ങൾക്ക് വിസ്ഡം തരട്ടെ. ആമേൻ. റോമാലേഖനം 9-ാം അധ്യായത്തിലോട്ട് വരാം.
23-24 യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിലെന്ത്. ജാതികളിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച കരുണാപാത്രങ്ങളായ തേജസ്സിനായി മുന്നൊരുക്കിയ നമ്മൾ ഒന്ന് തേജസ്സിനായിട്ട് തിരഞ്ഞെടുത്തതാണ്, കരുണാപാത്രങ്ങളാണ്, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവരാണ്. അങ്ങനെയുള്ള നാം നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചാൽ അത് നല്ല കാര്യമല്ലേ എന്ന്. അപ്പം ആരെങ്കിലും നമ്മുടെ മെക്കിട്ട് കയറാൻ വരുമ്പോൾ അവരെ കോപം വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്തതാണ്. അവർക്ക് ദൈവം വേണ്ട, അവർ സുവിശേഷമെന്ന് കേട്ടാൽ തല്ലാൻ വരികയാണ്. പിന്നെ ആത്മീക കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകാതെ വിമർശിക്കുകയാണ്. ആത്മീയ കുളത്തിൽ തന്നെ വിമർശകരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവർ കോപപാത്രമാണോ, അവർ കരുണാപാത്രമാണോ നമുക്കറിയില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴൊക്കെ അവർ തിരിയുമായിരിക്കും. അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം, വിമർശകരെ ഓർത്ത് പ്രാർത്ഥിക്കും. അവർ മനം തിരിഞ്ഞു വരണം. കാരണം അവരുടെ ഭാര്യയും മക്കളും വഴിയാധാരമാകരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കെതിരെ പറഞ്ഞ് കരുണാപാത്രങ്ങൾക്കും ദൈവത്തിൻ്റെ തേജസ്സിനായി വിളിച്ച ആ കരുണാപാത്രങ്ങൾക്കെതിരെ പറഞ്ഞ് കോപപാത്രങ്ങളായി അവരുടെ കുടുംബം നശിച്ചു പോകരുത്. അതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിമർശിക്കുന്നവരെ നാം വിമർശിക്കരുത്, അവരെ പറയുന്നതെല്ലാം സഹിക്കാം. അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി നമുക്ക് മനസ്സലിവോടെ പ്രാർത്ഥിക്കാം. അടുത്തത്, നാളെ അവർക്കൊരു ദുഃഖം വന്നാൽ ഉടനെ അവരെ ഒന്ന് ഫോൺ വിളിച്ച് ധൈര്യപ്പെടുത്താം. ഞാനത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആത്മീയ ലോകത്തിൽ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് പെരുമാറിയിട്ട് മാറി നമുക്കെതിരെ പറയുന്ന ആൾക്കാരെയൊക്കെ അറിയാം. എന്നാൽ അവർക്കൊരു വിഷയം വന്നാൽ ഉടനെ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ അവരെ ധൈര്യപ്പെടുത്തി, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ധൈര്യപ്പെടുവരെ പ്രാർത്ഥിക്കും. ഭയങ്കര വിമർശകൻ, അങ്ങനെ ഒരാൾ, ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് ദൈവരാജ്യത്തിലും എനിക്കുമൊക്കെ. എന്നാൽ ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടു. ഉടനെ വിളിച്ചു. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ ആശുപത്രിയിൽ പോയി കണ്ടു. അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ പോയി കണ്ടു. കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഇവരെയൊക്കെ വിളിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബൈബിളിൽ പൗലോസ് പറയുന്ന നന്മ ചെയ്ത് തിന്മയെ ജയിക്കുക. അങ്ങനെ ചെയ്താൽ നാം ശത്രുവിൻ്റെ മേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. അതായത് നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് മധുര പ്രതികാരമായിരിക്കണം. ഉപദ്രവിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഇവർക്ക് അതൊരു ഷോക്കായിട്ട് മാറും. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഇവർക്ക് പകയില്ലല്ലോ, അതോടെ ആ വിമർശനം പോലും ഇല്ലാതെയാകുമെന്നേ. ഇതൊക്കെ എല്ലാ ദൈവമക്കളും കണ്ടത്തടിക്ക് മുണ്ടത്തടി പോലെ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും തരും. നിങ്ങൾ അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കാണിക്കും, നിങ്ങളത് ചെയ്താൽ ഞങ്ങളിത് ചെയ്യും. അതങ്ങോട്ട് നിർത്തുന്നേ. ഇത് ദൈവം അനുവദിച്ചതാണെന്ന്. ദൈവം അനുവദിച്ചതിന് സ്തോത്രം പറ. ദാവീദ് അതാ പറയുന്നത്. ദാവീദിനെ ശിമയി എന്നൊരു മനുഷ്യൻ കല്ലും മണ്ണും വാരിയെറിയുകയാണ്. ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തം മകൻ്റെ ഉപദ്രവ നിമിത്തം ഇറങ്ങി ഓടുകയാണ്. അബ്ശാലോം നിമിത്തം ഓടുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ശിമയി എന്ന ആ ബെന്യാമീൻകാരനായ ശൗലിൻ്റെ ആളായ ശിമയി കല്ലും മണ്ണും വാരിയെറിഞ്ഞു. ദുഷ്ട, നീജ, നിനക്കത് വേണമടാ, നീ അനുഭവിക്കുമടാ, ഇതെല്ലാം പറഞ്ഞ് പ്രാകുമ്പോൾ അബിശായി എന്ന ദാവീദിൻ്റെ സേനാ നായകൻ പറഞ്ഞു, അവനെ വെട്ടിക്കളയട്ടെ. ദാവീദ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അവനെ വിട്, അവൻ ശപിക്കട്ടെ. ദൈവം അത് അനുവദിച്ചിട്ടല്ലേ. എന്നാൽ ആ ശാപത്തിന് പകരം ദൈവം എനിക്കതൊരു നന്മയാക്കി മാറ്റും. ദാവീദിനെ അറിയാം, അവൻ്റെ അഭിഷേകം അതാണ്, അവൻ്റെ വിളി അതാണ്. ഇന്നുള്ള ശാപം
അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഈ 1-2 ദിവസമായിട്ട് ഈ സംസാരിക്കുന്ന കാര്യം ഏതോ വ്യക്തികൾ പലരും, ഞാനും നിങ്ങളൊക്കെ തീരുമാനമെടുക്കാനാണ്. ഉപദ്രവിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ നിർത്തുമെന്നേ. അവർക്കുമില്ലേ വീടും കുടുംബവും, അവർക്കുമില്ലേ ആരോഗ്യവും പ്രശ്നങ്ങളൊക്കെ. പല പ്രശ്നങ്ങളും അവർക്കും ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ വാ കഴയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ മതിയാക്കും. ഇത് തന്നെ സംഭവിച്ചു. ദാവീദ് വിജയിച്ച് തിരിച്ചു വന്നപ്പോൾ ശിമെയി വന്ന് കാൽക്കൽ വീണു, എന്നോടൊന്നും ചെയ്യരുതേ. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ശലോമോന്റെ കാലത്ത് അതിൻ്റെ ശിക്ഷ ശലോമോൻ നടപ്പിലാക്കി. കാരണം അഭിഷിക്തനെതിരെ പറയുന്നവർക്ക് എതിരെ ദാവീദൊന്നും പറഞ്ഞില്ല. എന്നാൽ അഭിഷേകത്തിനെതിരെ പറയുന്നവർക്ക് ശിക്ഷ ഉറപ്പാണ് എന്നുള്ളതിൻ്റെ തെളിവ് ദാവീദിൻ്റെ, ശലോമോന്റെ ചരിത്രത്തിൽ, ശിമെയിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം. വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. അഭിഷേകത്തിന് നേരെ പറയുന്നതിനെല്ലാം മറുപടി വാങ്ങും. ഒരു ദൈവദാസന് നല്ലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ആ അഭിഷേകത്തിൽ സമ്പത്തുണ്ട്, ഉയർച്ചയുണ്ട്, മാന്യതയുണ്ട്. ആ മാന്യത ദൈവം ഒരാൾക്ക് കൊടുക്കുന്നതാണ്. ഒരു ദൈവദാസന് ദൈവം ഒരു നല്ല വീട് കൊടുത്താൽ, വാഹനം കൊടുത്താൽ, യാത്ര കൊടുത്താൽ, ഉയർച്ചകൾ കൊടുത്താൽ, അതിനെയെല്ലാം അസൂയയോടെ വിമർശിച്ചിട്ട് എന്ത് ഗുണം? ദൈവം കൊടുത്തതല്ലേ. അതിന് ദൈവം കൊടുത്തായിട്ട് കാണാനുള്ള കണ്ണില്ലേ? സാമ്പത്തികമുള്ളവരെ വിമർശിച്ചാൽ നമ്മുടെ സാമ്പത്തിക വഴി പോലെ അടയല്ലേ. ഒരുവനെ ദൈവം ഉയർത്തി, ദൈവമാണ് ഉയർത്തിയതെന്ന് പറ. ദൈവം ഒരുത്തനെ കഠിനനാക്കി, ദൈവമാണ് കഠിനനാക്കിയത്. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഓ, ദൈവം അവൻ അത്രയും കൊടുത്തല്ലോ, സ്തോത്രം. ഇത്രയും പ്രതികൂലത്തിന് നടുവിലും അവൻ ഇത്രയും നന്മ കൊടുത്തല്ലോ. അവൻ ഇറങ്ങിയപ്പോൾ ഒന്നും ഇല്ലാതിരുന്നല്ലോ, ദൈവമേ നീ കൊടുത്തതിന് നന്ദി. അങ്ങനെ പറഞ്ഞൂടെ? പാവപ്പെട്ടവരുടെ പൈസ പിടിച്ചു വെച്ച കള്ളൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഓ ദൈവമേ നീ എത്ര നല്ലവനാണ്. അവിടെ ദൈവത്തെ സ്തുതിക്കാനൊരു വകയുണ്ടാക്കിക്കൂടെ? എന്തൊക്കെയോ ആരോട് ദൈവം സംസാരിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. വിമർശനത്തിൻ്റെ ആത്മാവിനെ പൊളിച്ചു കളയാം. എല്ലാം സഹിക്കാം, സ്തോത്രം പറയാം. ഇതല്ലയോ നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ വചനങ്ങൾ കാരണമാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയം തരണം, ദീർഘക്ഷമയുള്ള ഹൃദയം തരണം, ക്ഷമിക്കാനുള്ള ഹൃദയം തരണം, വിമർശനങ്ങളെ സ്തോത്രം പറഞ്ഞ് നേരിടാനുള്ള ഹൃദയം തരണം. എല്ലാം കഴിഞ്ഞിട്ട് സകല സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു കൃപ ഞങ്ങൾക്ക് തരണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആശ്രയിക്കും. അങ്ങറിയാതെ ഒരു വിമർശനം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ദാവീദിനെ പോലെ അതിനെ കണ്ട് ദൈവം അനുവദിച്ചതാണ്, അതുകൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്ന ഒരഭിഷേക ഹൃദയം ഞങ്ങൾക്ക് വേണം. കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവിൽ ഞങ്ങൾ ബലപ്പെടട്ടെ. ഈ ആലോചനകളിൽ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. നല്ല സന്ദേശങ്ങൾ ഇനിയും പ്രാപിക്കാം. നാളെ വ്യാഴാഴ്ച നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിലുണ്ടല്ലോ. എല്ലാവരും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടണം. അടുത്ത ദിവസം ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. മഹിമ കണ്ടുന യേശു മധുരമായിന യേശുവിൽ സ്നേഹമറിഞ്ഞ യേശുവിൽ യേശു എന്നെല്ലാം മഹിമ കണ്ടുന മഹിമ കണ്ടുന യേശുവിൽ മധുരമായ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ യേശു എന്നെല്ലാം എല്ലാം മഹിമ കണ്ടു ഞാൻ മഹിമ കണ്ടു ഞാൻ യേശുവിൽ മധുരമായ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ യേശു എന്നെല്ലാം എല്ലാം മഹിമ കണ്ടു
വാഴ്ത്തുന്നേ വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ വൻ കൃപയ്ക്കാ